മരിച്ചവന്റെ മുറ്റത്ത് ദഹിക്കണം. മണിയൻകോട്ടെ പഴയ ആചാരങ്ങൾ തെറ്റിക്കണ്ട. അതിന് കരളുറപ്പുള്ള ആരെങ്കിലും ഉണ്ടോടാ ഇവിടെ? അച്ഛൻ പുലർച്ചെ പുഴക്കരെ കാത്തു നിന്നോ? കണി കാണാം മാധവന്റെ ചേട്ടം. വടഗിരീശ വസു. ചെമ്പ്രയിൽ ഇത്തിരി ചോര വീണിട്ട് എത്ര കാലായി. ശുഭമസ്തു. കല്യാണകാരണിയായി സദസായി കല്യാഭിലാഷ സമുദായിനിയായി സിദ്ധിയായി മൂലപ്രകൃതിയായി വർത്തിക്കും. സിസ്റ്റേഴ്സ്, ഈ അടുപ്പിൽ പാലുകാച്ചൻ തീരുമാനിച്ചോ? നന്നായി. ഞാൻ ഫയർ എഞ്ചിൻ വിളിച്ചിട്ട് വരാം. ആദികേശവ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ഉയിര് കിടന്നാൽ നിനക്ക് വായിച്ചെങ്കിലും ജീവിക്കാം. തുളസി, അന്നപതിയായ അഗ്നിയെയും മഹാലക്ഷ്മിയെയും മനസ്സിൽ ധ്യാനിച്ച് നെല്ലൂർ മനയിലെ അഗ്നിശാലയെ ഞാൻ വീണ്ടും ഉണർത്താൻ പോകുന്നു. അത് നിന്റെ കൈകൊണ്ട് തന്നെ വേണം. പേടിയുണ്ടോ? കുട്ടേട്ടാ വേണ്ട, ഈ അടുപ്പിൽ നല്ല തീ പിടിച്ചിട്ടുണ്ട് അച്ഛൻ. നിന്റെ അച്ഛനെ കൊന്ന സാവിത്രിയുടെ പട്ടടയ്ക്കാണ് നീ തീ കൊളുത്താൻ പോകുന്നത്. പറഞ്ഞതനുസരിക്ക്. ഏതു തച്ചനും വർജിക്കേണ്ട വായു കോണിലാണ് ഈ വീടിന്റെ അടുക്കള. അനന്ത, ആഞ്ഞു വീശുന്ന കിഴക്കൻ കാറ്റിന്റെ ഗതി തടയി. എവിടെ കാട്ടുതീ പോലെ ആളിപ്പടരുന്ന സാവിത്രിയുടെ പ്രതികാരാഗ്നി? എവിടെ ഹരിനാരായണനെ കൊന്ന ശവദാഹികളായ തീനാമ്പുകൾ? സ്വയരക്ഷയ്ക്കായി എന്തും ചെയ്യാൻ മടിക്കില്ല. അച്ഛനോ മക്കളോ, അതോ കീഴടങ്ങാൻ മടിക്കുന്ന ഈ ദുഷ്ടരാക്ഷസി? ആരായാലും ഈ പിത്തലാട്ടങ്ങൾ കണ്ട് ഭയപ്പെടുന്നവനല്ല മാധവൻ. അതെ, എല്ലാരും വരിക. അടുപ്പിൽ പാല് തളിച്ചു തൂവി. പൂർവികരുടെ കാലത്ത് നടക്കാതെ പോയ ഗൃഹപ്രവേശം ഇപ്പോഴാ നടന്നത്. ഇപ്പൊ ഇതൊരു വീടായി. അതെ, ഇതൊരു ലക്ഷണമൊത്ത മനുഷ്യാലയമാകാൻ പോകും. നിനക്ക് ഞാൻ തന്ന വാക്ക് പാലിക്കാൻ കുട്ടേട്ടൻ ഒരു അല്പദൂരം കൂടെ സഞ്ചരിച്ചാൽ മതി. പ്രാർത്ഥിക്കുന്നേ, സാവിത്രിയുടെ അന്ത്യം കാണാൻ കാത്തിരിക്കുന്ന നിന്റെ പൂർവികരുടെ ആശീർവാദത്തിനായി. എനിക്കും അറിയില്ല എന്താ പറ്റി. ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു ഓടിയതാ. വലിയ കുരുങ്ങി. 8 കാലിയുടെ അല്ല, ഇതേതോ 10-28 കാലിയുടെ ആണെന്ന് തോന്നുന്നു. നമസ്കാരം. എന്നെ മനസ്സിലാവുന്നില്ലേ? ഭാഗ്യം, യക്ഷിക്കും മനസ്സിലാകാതിരുന്ന മതിയായിരുന്നു. ഇനി ഈ വല മാറ്റണ്ട. ഇനി ഒരിടം കൂടിയേ ബാക്കിയുള്ളൂ. ആ കൊലയാളി വാവലുകൾ പാറിപ്പറക്കുന്ന ആ മുറി. ആ ക്ഷേത്രത്തിൽ ഭുവനേശ്വരിക്ക് മാത്രമല്ല പ്രതിഷ്ഠ. പാലച്ചൂട്ടിൽ താത്രിക്കുമുണ്ട്. അവിടെ വിളക്ക് വെച്ച് തൊഴുതു നിൽക്കുന്നു മറ്റൊരു യക്ഷി. ആരാ? നിന്റെ അടുത്തി തുളസിയുടെ അകത്തുണ്ട്. അവള് മച്ചില് വിളക്ക് വെക്കാൻ ഒരുങ്ങാ. എന്ത് വിട്ടിത്താ നീ കാണിച്ചത്? അവളെ ഒറ്റയ്ക്ക് മച്ചിലേക്ക് അയച്ചിട്ട് നീ ഇവിടെ വന്ന് നിൽക്ക. യക്ഷി പിടിച്ച് എല്ലാം കൂടെ ചെന്ന് കയറിക്കൊടി. ഇന്ന് ഒരുമിച്ച് കൊലകുളി അടിയന്തരം കൊണ്ടാടാം. ഇത് ഞാൻ തന്നെ അളിയാ, മണിയൻകോട്ട് ജയൻ. എന്നെയാണ് നിനക്ക് വേണ്ടതെങ്കിൽ ആ സാധുവിനെ വെറുതെ വിട്.
മണിയങ്കോട്ടി ജയ. അതെടാ, ആദ്യ ഉഗ്രമൂർത്തിയായ നിന്നെ എനിക്ക് വേണ്ടത്. അത് കഴിഞ്ഞു മതി ഈ പുതിയ നെല്ലൂരമ്മ. ചാകുന്നതുവരെ നിന്നെ ഞാൻ കൊല്ലും. ഞാനൊന്ന് പറയട്ടെ. ആണായിട്ട് പറയടാ. എന്റെ കുഞ്ഞുണ്ണിയെ ഈ നീർക്കുഴിയിലിട്ട് കൊന്നത് നീയല്ലേ? ജന്മം പിഴച്ച ദുഷ്ടനും മന്ത്രമില്ലാത്ത ദുർദേവതയും നശിക്കും. ഭൂമിയിൽ നശിക്കണം. നീചൻ നീതിയുടെ ശാസനകൾ അനുസരിച്ചേ പറ്റൂ. നിശ്ചയിക്കപ്പെട്ട മരണമാണ് നിന്റേത്. കൊണ്ടുപോയിക്കോളൂ. കൊണ്ടുപോയി തിന്ന സാവിത്രി നിന്റെ മകനെ. നീ പോ മാധവ. നിന്റെ ശവവും കാത്ത് എന്റെ അച്ഛൻ ചെമ്പ്രപ്പുഴക്കരയിൽ കാത്തു നിൽപ്പുണ്ട്. പോ, മുങ്ങിച്ചാവ്. കുട്ടേട്ടനോ? അവിടെ കാണും. അല്ലല്ല, അവിടെ 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 അവിടെ. ഹേയ്, വടക്കിനി കാണും. വടക്കിനി അല്ല, തെക്കിനി തെക്കിനി തെക്കിനി. ഈ ഭൂഗോളം മുഴുവൻ പോയി തരേ. നെല്ലൂർ മനക്കലെ ഇല്ലത്തമ്മേ, തൃശൂലമേന്തിയ നിന്റെ കുട്ടേട്ടൻ മരിക്കാതിരിക്കണമായിരുന്നെങ്കിൽ അവൻ എന്റെ മുന്നിൽ വരാതിരിക്കണമായിരുന്നു. നാളെ രാവിലെ പുഴയിലിറങ്ങി തപ്പിയാ മതി. അപ്പോഴേ പൊങ്ങൂ ചത്ത ചണ്ടികൾ. അതി, എന്ത് സംഭവിച്ചാലും വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്. ശരി, വരിക. കുട്ടേട്ടാ, 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 കുട്ടേട്ടാ. അതെ, അതെ,
കൊച്ചമ്പ്രാൻ അംഗം ജയിച്ച് ഇപ്പം എത്തും തിരുമേനി. എന്നിട്ട് എവിടെയോ വിജയജ്യോതി? കൈപിഴയ്ക്കാതെ കാര്യം നടന്ന അച്ഛനെ അറിയിക്കാൻ അക്കരെ നിന്ന് ടോർച്ച് തെളിയിക്കാന്ന് പറഞ്ഞാണല്ലോ ഗിരീശൻ. ഇക്കണ്ട നേരമായിട്ട് തെളിഞ്ഞില്ലേ ആ ജ്യോതി? അത് ഇപ്പൊ തെളി കണ്ടോളൂ. തമ്പുരാനെ, വട്ടാഴി തിരുമേനിയില്ലാതെ ആദ്യമായിട്ടാ നെല്ലൂർ കുളത്തിൽ വീണ ഒരാൾ ജീവനോടെ. തമ്പ്രാനെ, അയ്യോ കൊച്ചമ്പ്രാൻ, തമ്പ്രാനെ എടുത്തോ. മോനെ ജയ, ജയ, ജയ. വിളിക്കണ്ട, വിളി കേൾക്കില്ല. മഹാഭാവി, എന്റെ മോനെ നീ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുണ്ണിയെ കഴുത്തറുത്ത് കൊന്നതുപോലെ ഈ ദുഷ്ടനെയും കുളത്തിലിട്ട് കഴുത്തറുത്ത് കൊന്നു മണിയൻകോട്ട് സാവിത്രി. അങ്ങനെ വിശ്വസിക്കും. അതാണ് ശരി. നോണ, നീയാണ് കൊന്നത്. ആ കുറ്റം ഞാൻ ഏൽക്കണമെങ്കിൽ എന്റെ കുഞ്ഞുണ്ണിയെ കൊന്നത് ആരാണെന്ന് കാരണം അവര് പറയണം. സാവിത്രി ചെമ്പ്രയിലെ ആ പഴങ്കഥ ഞാനായിട്ട് തിരുത്തുന്നില്ല. പക വീട്ടിയല്ലേ? പക വീട്ടാനുള്ളതാണ് മൂപ്പരെ. ഉച്ചയിൽ ഉപ്പോളം ബുദ്ധിയുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. എന്റെ ജീവനിൽ ഇടപെടരുത്. ഇതുകൊണ്ടൊന്നും തീരില്ല. കാരണവരെ, എന്റെ കുഞ്ഞുണ്ണിയെ കൊന്നതിന്റെ കണക്ക് ഞാൻ ചോദിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒളിയുദ്ധത്തിന് വന്നവരിൽ ഒരാൾ കൂടെ നാളെ പൊങ്ങും. ചൂണ്ടക്കാരൻ വാസു. അപ്പൊ വിഷാരിയോ? ഇന്നലെ രാത്രി താനോടുണ്ടായിരുന്നു. സർ, എന്തൊക്കെയാണോ തന്റെ ലിമിറ്റിൽ നടക്കുന്നത്? സർ, മണിയൻകൂട്ടുകാർ പറയും പോലെ ഇത് പണ്ടേ അടിച്ച് നാമാവശേഷം കണ്ട കാലം കഴിഞ്ഞു. പക്ഷെ സമ്മതിക്കത്തില്ല. എവിടോ തന്റെ വാസ്തുശില്പി? അകത്തുണ്ട്. സാറേ, ഇവനൊരു മുഷ്കന. ഞാൻ നേരത്തെ ചോദിച്ചപ്പോ ഭജനയിലോ ഭണ്ഡാരത്തിലോ ഇരിക്കുകയാണെന്ന ഈ കയ്യാളം പറഞ്ഞത്. ആദ്യം സാക്ഷി വിസ്താരം, പിന്നെ മതിയുടെ ഗുരുമുഖ ദർശനം. വാ അഗസ്റ്റിൻ, ഈ പട്ടേരി പയ്യനെ കൊണ്ടുപോ. സ്വാമി വാ. കരയണ്ട. ഇന്നലെ എന്താ ഇവിടെ സംഭവിച്ച കുട്ടിയെ? സത്യത്തിൽ ആർക്കാ കൈപ്പട പറ്റിയത്? രണ്ടാം സാക്ഷ്യം ഇത്ര കൊച്ചം എവിടെ? വെളുക്കുമ്പോ തന്നെ കുട്ടിയുടെ മിത്രത്തിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അനിയന്റെ കണ്ണിലുണ്ണിയെ ഞങ്ങൾക്ക് വിട്ടുതന്ന് വീട്ടുകാരിയെ സേഫാക്കി വിട്ടുവെന്ന് നാട്ടുകാരിനി പറയും. അരുതാത്തൊന്നും പറയരുതേ. ഏട്ടത്തിക്ക് വിഷമം കൂടിയിട്ടാ പോയത്. മുതുകിൽ മാത്രമല്ല, തലയ്ക്കും കുത്തിയിട്ടിട്ടുണ്ട്, വലതു ചെവിയുടെ ഭാഗത്ത്. പിന്നിന്ന് മാത്രമല്ല കുത്തി വീഴ്ത്തിയത്, അല്ലേ? അഗസ്റ്റിൻ, ബോഡി പുറത്തേക്ക് എടുത്തോളൂ. സർ. കാര്യങ്ങൾക്കൊക്കെ ക്ലാരിറ്റി ആവുന്നത് വരെ സംഗതികളൊന്നും സിമ്പിളായി എടുക്കണ്ട. യെസ് സർ.